ഇന്ത്യൻ ഫുട്ബോൾ നാഷണൽ ടീം എന്തുകൊണ്ട് ഗതി പിടിക്കുന്നില്ല? ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണോ? അതോ പ്ലെയേഴ്സിന് സ്റ്റാമിന ഇല്ലാത്തത് കൊണ്ടാണോ? അതോ ഇവിടുത്തെ സിസ്റ്റമും ഗ്രാസ് റൂട്ടും ശരിയല്ലാത്തത് കൊണ്ടാണോ? ശരിക്കും കാരണം ഇതൊന്നുമല്ല. ഹായ് ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. കുറെ നാളുകളായിട്ടുള്ള നമ്മളുടെ ഒരു 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 സംശയമാണ്, എന്തുകൊണ്ട് ഇന്ത്യയുടെ ഫുട്ബോൾ ടീം എങ്ങ് എത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പെങ്കിലും കളിക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് ക്വാളിഫൈഡ് ആവുന്നില്ല, ടീം എന്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നില്ല? അപ്പോൾ ഇതിന് പലതരത്തിലുള്ള ആൻസറുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കാറുണ്ട്, ഹിസ്റ്ററി ചെയ്യാറുണ്ട്, ഇടക്കാലം ചെയ്യാറുണ്ട്, ഇപ്പോഴത്തെ കാര്യം ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കുറെ കാര്യമുണ്ട്. ഇപ്പം ഇതിനകത്ത് പല ലെജൻസും, നമ്മുടെ IN വിജയൻ സാർ അടക്കം പലരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രാസ് റൂട്ട് ഓക്കെ അല്ല. പല ഇന്റർനാഷണൽസും എല്ലാവരും പറയുന്നത് നമുക്ക് നല്ല ഗ്രാസ് റൂട്ട് ഉണ്ടാവണം, നമുക്ക് നല്ല ഫെസിലിറ്റീസ് ഉണ്ടാവണം, അത് ഇത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ 2025 നിന്നിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ പ്രശ്നം ഇതൊന്നുമല്ല. നമുക്കിപ്പോൾ അത്യാവശ്യം ഓരോ കാര്യങ്ങൾ ഇവിടെ ബിൽഡായി വരുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ കോച്ചിങ് ക്യാമ്പും പരിപാടിയും ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ അത്യാവശ്യം ഇഷ്ടം പോലെ ക്ലബ്ബുകളായി. ഇപ്പോൾ നല്ല ലീഗ് നമുക്കുണ്ട്, ISL ഉണ്ട്, ഐ ലീഗ് ഉണ്ട്, കേരളത്തിൽ തന്നെ സൂപ്പർ ലീഗ് കേരള, അങ്ങനെ ഒരുപാട് ലീഗുകളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഫുട്ബോൾ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. പക്ഷെ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? അതിന്റെ ഒരേ ഒരു കാരണം ഇവിടുത്തെ പൊളിറ്റിക്സ് തന്നെയാണ്. അത് ഫുട്ബോളിൽ മാത്രമല്ല, എല്ലാ ഗെയിംസിലും. അപ്പോൾ എല്ലാ ഗെയിംസിലും ഉള്ള സാധനമാണ്. നമുക്കിപ്പോൾ ഫുട്ബോളിനെ പറ്റി മാത്രം സംസാരിക്കും. അപ്പോൾ ഫുട്ബോളിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രശ്നം പൊളിറ്റിക്സ് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ എത്ര വർഷമായിട്ട് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിനുള്ള ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്ലെയേഴ്സിനെയൊക്കെ എടുത്ത് നോക്കിയേ, ഇത്രയും പ്രായം ചെന്ന പ്ലെയേഴ്സ് വർഷങ്ങളായിട്ട് അവർ ടീമിൽ കിടക്കുന്നു. എന്തിന്റെ പേര്? ഇവർ തന്നെ കളിച്ച് ഇത്രയും വർഷം കളിച്ചിട്ട് ഇവർ എന്താണ് നാഷണൽ ടീമിന് വേണ്ടി ഉണ്ടാക്കിയത്? സുനിൽ ഛേത്രി തിരിച്ചു വന്നിരിക്കുന്നു. എന്ത് കാര്യത്തിന്? എന്തിനാണ്? ആള് നല്ല ടൈമിൽ പുള്ളി വിരമിച്ച്, പുള്ളിക്ക് വേണ്ട ആദരവും കൊടുത്ത്, പുള്ളിക്ക് വേണ്ട എല്ലാ ട്രീറ്റിങ്ങും കൊടുത്തിട്ടാണ് പുള്ളി ഇവിടുന്ന് വിരമിച്ച് ഇറങ്ങിയത്. പിന്നെ പുള്ളി തിരിച്ചു വന്നതിന്റെ കാരണം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എന്തിനാ വന്നതെന്ന്. പുള്ളി ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ ടീം മുമ്പോട്ട് പോകത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ആണോ ഇവിടെ ഉള്ളത്? ഒരിക്കലല്ല. എത്രയോ യങ് പ്ലെയേഴ്സിനെ ISL മേക്ക് ചെയ്തിരിക്കുന്നു. ജിതിൻ MS പോലുള്ള പ്ലെയേഴ്സ്, VP സഹേറിനെ പോലുള്ള പ്ലെയേഴ്സ്. VP സഹേർ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ എത്ര പ്ലെയേഴ്സിനെ ഇവിടെ ISL മേക്ക് ചെയ്ത് തന്നിരിക്കുന്നു നിങ്ങൾക്ക്. എന്തുകൊണ്ട് ഒരു സ്ട്രൈക്കറിനെ ഈ ISL നിന്ന് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടക്കുകയാണ്. ഫെഡറേഷൻ കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക. എനിക്ക് തോന്നുന്നില്ല മാൻലോ മാർക്കസ് ആണ് ഈ ടീം സെലക്ട് ചെയ്തതെന്ന്. മാൻലോ മാർക്കസ് ഞാൻ ISL കണ്ട ഏറ്റവും ബെസ്റ്റ് മാനേജറാണ്. ആൾക്ക് നല്ല വിഷൻ ഉണ്ട്, ആൾ നല്ലൊരു മാനേജറാണ്. അയാൾ എന്തായാലും ഇങ്ങനെ ഒരു ടീം സെലക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കബഡിയൊക്കെ നേരത്തെ ജോത്സ്യന്മാരാണല്ലോ ടീം സെലക്ട് ചെയ്യുന്നതും പിന്നെ ടീമിൽ ലോൺ ഇടുന്നതും ഒക്കെ. അതിന്റെയൊക്കെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനെയൊക്കെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ സുബശീഷ് ബോസ് ഒക്കെ ഇത്രയും വർഷമായിട്ട് എന്തിന്റെ പേരിലാണ് ടീമിൽ കിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ബേക്കെ, സന്ദേശ് ജിങ്കൻ പിന്നെ ISL ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. മൻവീർ സിംഗ്, ഇവരൊക്കെയാണ്. ഈ സഹലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ പുള്ളിക്കൊക്കെ ചാൻസ് കിട്ടാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സഹൽ ആയാലും ലിസ്റ്റൻ ആയാലും ഈ ബ്രാൻഡൻ ഫെർണാണ്ടസിനെയൊക്കെ എത്ര വർഷമായിട്ട് കളിപ്പിക്കുക ടീമിൽ. എന്ത് കാര്യമാണ് പുള്ളിയൊക്കെ ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്? എത്ര പ്ലെയേഴ്സ്, പുതിയ യങ് പ്ലെയേഴ്സ് ഇവിടെ ഉണ്ടെന്നറിയോ? എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ ഹൈദരാബാദ് FC ഉണ്ടായിരുന്ന ധനു എന്ന് പറഞ്ഞൊരു പയ്യൻ, ചെറിയ പയ്യനാണ്. ആളിനെയൊക്കെ നാഷണൽ ടീമിലേക്ക് കൊണ്ടുവരണമായിരുന്നു. രാഹുൽ KP ഒക്കെ വെച്ച് നശിപ്പിച്ച് ആളെയൊക്കെ കൊണ്ടുവരേണ്ട സമയം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ നിന്ന് കുറച്ച് പേരെ പറയുകയാണെങ്കിൽ നാഷണൽ ടീമിലേക്ക് പോകാൻ ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ആണ്. ഐമൻ, അസർ, വിപിൻ, കോറോ, അമാവിയ, ഇവരൊക്കെ നാഷണൽ ടീമിലേക്ക് പോകാൻ ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ആണ്. ഇവർക്ക് ആർക്കും ഒരു കോള് നാഷണൽ ടീമിലേക്ക് വന്നിട്ടില്ല. അതേപോലെ എല്ലാ ടീമിലും ചെറിയ യങ് പ്ലെയേഴ്സ് ഒരുപാടുണ്ട്. നിങ്ങൾ ഈ യങ് പ്ലെയേഴ്സിനെ എന്തിനാണ് ഇങ്ങനെ വേണ്ട എന്ന് വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ സ്പെയിൻ, നമ്മൾ കുറച്ച് ടോപ്പ് ടീമുകളിലേക്ക് പോവാം. സ്പെയിൻ നിങ്ങളുടെ ടീം ഒന്ന് നോക്കി, യങ് പ്ലെയേഴ്സ് ആണ് കൂടുതലുള്ള കളിക്കുന്നത്. ബ്രസീലിലേക്ക് നോക്കൂ, ഇംഗ്ലണ്ടിലേക്ക് നോക്കൂ. അങ്ങനെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്ലെയേഴ്സ് 20 വയസ്സിന് താഴെയുള്ള പ്ലെയേഴ്സ് ആണ്. 16, 17, 18 വയസ്സുള്ള ചെറിയ പിള്ളേരാണ് നാഷണൽ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഈ സുനിൽ ഛേത്രിയെ പോലെ, സുബേഷീഷിനെ പോലെ കേളവന്മാരൊന്നുമല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ലെജൻഡായിട്ട് തന്നെ അങ്ങ് അവസാനം വിരമിക്കണം, ഇന്ത്യയുടെ നാഷണൽ ടീമിൽ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വിരമിക്കണം എന്നുള്ള പരിപാടിക്കാണെങ്കിൽ എന്തിനാണ് ഈ അങ്ങ് വിരമിക്കുന്നത്? എന്തിനാണ് ഈ യങ് പ്ലെയേഴ്സിന്റെ അവസരങ്ങൾ നിങ്ങൾ ഇല്ലാതാക്കുന്നത്? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇവിടുത്തെ ഗ്രാസ് റൂട്ടോ, ഇവിടുത്തെ ക്വാളിറ്റി ഇല്ലായ്മയോ അല്ലെങ്കിൽ ഇവിടെ പ്ലെയേഴ്സ് ഇല്ലാത്തതോ ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ് മാത്രമാണ്. നിങ്ങൾ ആ ടീം ഒന്ന് എടുത്ത് നോക്കിയ ടീം ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും അതിലെ പൊളിറ്റിക്സ്. ഇതൊക്കെയാണ് പ്രശ്നം. സോ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു.